ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അവർക്ക് ഒരു വട്ടമെങ്കിലും നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അവർ കടയിൽ നിന്ന് വാങ്ങണമെന്ന് പറയില്ല. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് അവർക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ഈ 4 സൈഡ്, ഈ ബ്രൗൺ കളറിലുള്ള സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിരുന്നാൽ ബ്രെഡ് ക്രംസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് നാളത് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇപ്പോൾ ഇതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രമേ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നുള്ളൂ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ളതും കൂടെ. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇതുപോലെ ഒന്ന് പീസ് ചെയ്തിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് 1/2 കിലോ ചിക്കൻ ഉണ്ട്. 1/2 കിലോ ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ഇഞ്ചിയുടെ പേസ്റ്റ് കൂടെ 1/2 ടീസ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടിയിൽ നിന്ന് കുറച്ചുകൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ നിറയിച്ച് 3 ടേബിൾ സ്പൂൺ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഒരു മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനകത്ത് 1 നുള്ളു ഉപ്പും 1 നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം, ആ ഒരു ഷേപ്പിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മുട്ടയുടെ മിക്സിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസ് അല്ല ഞാൻ എടുത്തത്, ബ്രെഡിൻ്റെ പൊടി തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഉള്ളത് ഒന്ന് വറുത്ത് പൊടിച്ചെടുത്താലും കുഴപ്പമില്ല. ഞാൻ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം ഒന്ന് പൊടിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഇതുപോലെ എല്ലാം ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഞാനിത് ഫ്രൈ ചെയ്യുന്നു, കുറച്ച് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഫ്രീസറിൽ നമുക്ക് സെപ്പറേറ്റ്, രണ്ടും തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് എപ്പം വേണമെങ്കിലും എടുത്ത് ഫ്രൈ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നഗറ്റ്സ് ഓരോന്നായിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത സൈഡൂടെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് 2 സൈഡും ഫ്രൈ ആയി ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ ചിക്കൻ്റെ ഈ നഗറ്റ്സ് ഇടാൻ പാടുള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത ഒരു സെക്ഷൻ കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് തമ്മിൽ ഒട്ടാത്ത രീതിയിലൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് വെക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ തമ്മിൽ ഒട്ടി ഇരിക്കും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോവുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ, ഹാവ് എ നൈസ് ഡേ.